അപ്പോൾ ഇത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടി കുറച്ച് ചക്കക്കുരു ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് അരിഞ്ഞ് കഴുകി റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുവാണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു അര സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല, എനിക്ക് ചെറിയുള്ളി ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇടുന്നത്. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉണ്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ച്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ എരിവ് കുറച്ചിട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. അപ്പം അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്. ഇതിപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് കുറച്ചിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാനൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് വേകാനും മാത്രം ആവശ്യമുള്ള വെള്ളം. അപ്പം എൻ്റെ കേസിൽ ഇത് ഇവിടെ കിട്ടുന്ന ചക്കയുടെ കുരുവൊക്കെ മെക്സിക്കോയിൽ നിന്ന് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വേഗം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് അളിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചാലും മതി. ഇപ്പം എനിക്ക് കെറ്റിലിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെന്തില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ വെള്ളം, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് കത്തിക്കുവാണ്. തീ കത്തിച്ചു. എന്നിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന്, വെള്ളമൊക്കെ കുറച്ച് വെള്ളമുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഒരു പൊടിക്ക് വേവും കൂടി ഉണ്ട്, ഇത്തിരി കൂടി വേവാനുണ്ട്. തീരെ കുറവാണ്, സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഞാനിതൊന്നും കൂടി അടച്ചു വെച്ച് 5 മിനിറ്റും കൂടി വേവിക്കാൻ പോവാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ചക്കക്കുരു പാത്രമൊക്കെ തുറന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ഞാൻ മെഴുക്കുവരട്ടുമ്പോൾ ഇടാം. അപ്പം ഞാൻ ഇനി ഇത് ഒന്ന് മെഴുക്കുവരട്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ എണ്ണ, വെളിച്ചെണ്ണ എല്ലാം ഉരുകി നല്ല റെഡിയായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എൻ്റെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് വേണം ഇത് മെഴുക്കുവരട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് മൂത്ത് പോവുകയും ചെയ്യും, ആ ടേസ്റ്റ് വരത്തുമില്ല. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ തീയിലിട്ടിട്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഞാൻ കാണിക്കാം. അതുപോലെ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സമയത്ത് ഞാൻ ആ ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മൂത്തിട്ടുണ്ട്. ഒരുപാട് മൂത്ത് പോയാൽ കടുകിടാന്നായി പോവും. അപ്പോൾ ഇത് നല്ല കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ.